ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ശ്രവിക്കുവാൻ, ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളേവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം അത് കാതുകൾക്ക് കുളിർമയേകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിന് അനുഗ്രഹവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെയും കൊണ്ടുവരുന്നു. അപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു, നമുക്ക് ആനന്ദകരമായ അനുഭവത്തെ നൽകുന്നു. അപ്രകാരം ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനും നമ്മുടെ നുറുങ്ങുന്ന പ്രശ്നങ്ങൾക്ക്, നമ്മുടെ നുറുങ്ങുന്ന പ്രതിസന്ധികൾക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഈ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കിയാണ്. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ബെറ്റർ അല്ലെങ്കിൽ ഗ്രേറ്റ്, ശ്രേഷ്ഠത എന്നൊക്കെയുമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, കർത്താവ് യേശു ക്രിസ്തു മറ്റെല്ലാത്തിനും ശ്രേഷ്ഠനാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് യഹൂദ ജനങ്ങൾക്ക് ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ടതായിട്ടുള്ള ലേഖനങ്ങൾ ഈ നാളുകളിൽ, ഈ അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ് എന്ന് ചിന്തിക്കുവാൻ സ്വർഗമിടയാക്കുന്ന എല്ലാ കൃപകൾക്കായും ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു എത്രത്തോളം ശ്രേഷ്ഠനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്രകാരം ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവാകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച്, കർത്താവ് യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് നമുക്ക് ഈ നാളുകളിൽ ചിന്തിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. തിരുവചനം ഇപ്രകാരം പറയുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമുക്ക് കണ്ണുകളെ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കർത്താവ് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലുള്ള മഹാപുരോഹിതനായിരിക്കുന്ന, ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, കർത്താവായ ദൈവമേ, അവിടെ നിന്ന് അടിയങ്ങളോട് കൂടെ ഇരുന്ന് അങ്ങേ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണം. അടിയങ്ങളുടെ കണ്ണീരൊപ്പുന്ന സ്വർഗത്തിലെ ദൈവമേ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവമേ, അടിയങ്ങൾ എവിടെ നിന്ന് അനുഗ്രഹിക്കണം, ചിറകിൽ മറവിൽ വഹിക്കണം, കാത്തു പരിപാലിക്കണം. സർവ്വ യേശു നാം ചോദിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നാം തിരുവചന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകങ്ങൾ നോക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ മധ്യസ്ഥനായിട്ട് പ്രവാചകന്മാരെയും അതുപോലെ പുരോഹിതന്മാരെയും നിലനിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളെ സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാർക്ക് നൽകുകയും ആ പ്രവാചകന്മാർ ആ ദൈവിക വചനങ്ങളെ ലോകത്തിന് നൽകുകയും ചെയ്യുന്നു. അതൊക്കെയും മുന്നറിയിപ്പിൻ ദൂതുകളാണ് എന്ന് കാണുവാൻ സാധിക്കും. ആ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠ പ്രവാചകനാണ് കർത്താവ് യേശു ക്രിസ്തു. കാരണം ആ ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള വചനങ്ങളെയാണ് ഈ പ്രവാചകന്മാർ ലോകത്തോട് അറിയിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം.
എപ്രകാരമാണ് സ്വർഗത്തിലെ ദൈവം പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേഹ്യ പൗരോഹിത്യത്തെക്കുറിച്ച് തിരുവചനം വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മിസ്രൈം ദേശത്ത് നിന്നും അടിമ ജീവിതം നയിച്ചിരുന്ന ഇസ്രയേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം ഈ പൗരോഹിത്യ ശുശ്രൂഷകളെ കുറിച്ചൊക്കെയും ഇസ്രായേൽ ജനങ്ങളോട് മോശ പ്രവാചകനിലൂടെ കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇനി ഈ പൗരോഹിത്യം നൽകുന്നതായിട്ടുള്ള പുരോഹിതന്മാർ എവിടെ നിന്നാണ് ആവിർഭവിച്ചത് എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതി പരമ്പരകളെ ദേശത്തിൽ ഉന്നതരാക്കി തീർക്കും, അല്ലെങ്കിൽ പെരുപ്പമുള്ളവർ വലിയ ജാതിയാക്കി തീർക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു. അങ്ങനെ അബ്രഹാമിൻ്റെ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിൻ്റെ പുത്രനായിരിക്കുന്ന യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ആ 12 പുത്രന്മാർ പിൽക്കാലത്ത് 12 ഗോത്രങ്ങളായി ആവിർഭവിച്ചു എന്ന് തിരുവചനം കാണിച്ചു തരുന്നു. ആ 12 ഗോത്രങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം യോശുവയിലൂടെ ദേശങ്ങളെ വിഭാഗിച്ചു നൽകുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ലേവ്യർക്ക് അവകാശം നൽകുന്നില്ല എന്ന് കാണുവാൻ സാധിക്കാം. കാരണം ലേവ്യരെ ദൈവം ഒരു പ്രത്യേക ജനമായിട്ട് തിരഞ്ഞെടുത്തു, പൗരോഹിത്യം ചെയ്യുന്നവരായിട്ട്. അങ്ങനെ പൗരോഹിത്യം ചെയ്യുന്നവർ സമാഗമന കൂടാരത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷകൾ ചെയ്ത് മറ്റുള്ളവരിൽ നിന്നും ദശാംശത്തെ സ്വീകരിച്ച് അഹോവൃത്തി കഴിച്ച് പോകണം, അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് സ്വന്തമായിട്ട് ഒരു അവകാശം ലഭിക്കാത്തതായിട്ടുള്ള ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മറ്റുള്ളവരിൽ ആശ്രയിച്ച് ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്ത വിശുദ്ധ മന്ദിരത്തോട് ചേർന്ന് വസിച്ച് വിശുദ്ധ മന്ദിര ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ വിളിക്കുകയും അവരെ ഒരുക്കുകയും ചെയ്തിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ലേവ്യർക്ക് മറ്റു ഗോത്രങ്ങളെ പോലെ അവകാശം നൽകിയിരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കാം. അതുപോലെ തന്നെ ഈ ലേവ്യ ഗോത്രത്തിൽ നിന്നും പുരോഹിതന്മാരെയും അതോടൊപ്പം മഹാപുരോഹിതന്മാരെയും തിരഞ്ഞെടുത്തിരുന്നു എന്നും കാണുവാൻ സാധിക്കാം. നമ്മൾ മോശയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മോശ ഒരു ശ്രേഷ്ഠ പുരോഹിതനായിരുന്നു. അതുപോലെ തന്നെ മോശ ഒരു ശ്രേഷ്ഠ പ്രവാചകനായിരുന്നു. മോശ ഒരു ശ്രേഷ്ഠ നായകനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആ മോശ ജനിച്ചത് ലേവ്യ കുടുംബത്തിലാണ്. മോശയുടെ മാതാപിതാക്കന്മാരൊക്കെയും ലേവ്യ പുരോഹിതന്മാരായിരുന്നു, അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിൽ ജനിച്ചവരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. മോശയുടെ സഹോദരനായിരിക്കുന്ന അഹരോനെയാണ് സ്വർഗത്തിലെ ദൈവം വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകൾക്കായിട്ട് വേർതിരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. ആ അഹരോന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അഹരോന്റെ മക്കള് അന്യാഗ്നി യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിലെ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ ഈ അഹരോൻ ദൈവമില്ലാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം മോശയുമായിട്ട് സീനായ് മലയിലായിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ദൈവകൽപ്പനകൾ നൽകുന്നതായിട്ടുള്ള സമയത്ത് കൽപ്പനകളുമായി മോശ താഴേക്ക് ഇറങ്ങി വരുന്നതിന് ഇടയിലുള്ള വേളയിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഇസ്രയേൽ ജനങ്ങൾക്ക് നൽകിയെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. എന്നാൽ അഹരോനോട് സ്വർഗത്തിലെ ദൈവം അവിടെ ക്ഷമിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ അഹരോനിൽ നിന്നാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെയും ഇസ്രയേൽ ജനങ്ങൾക്ക്, മിസ്രൈം ദേശത്ത് നിന്നും കടന്നു വന്ന ഇസ്രയേൽ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ പൗരോഹിത്യം ജനങ്ങളുടെ ഇടയിൽ, ദൈവജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതേ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കർത്താവായ യേശുക്രിസ്തു എന്നേക്കുമുള്ള ശ്രേഷ്ഠ പുരോഹിതനെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന ആ മെൽക്കീസദേക്കിനെ കുറിച്ചും മെൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെയും നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ നമുക്ക് കർത്താവായ യേശുക്രിസ്തു ആകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് നമുക്ക് നോക്കാം. അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷ, ആ പുരോഹിതനാണ് വിശുദ്ധ മന്ദിരത്തിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു പോന്നിരുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ആ പാപത്തിന് പ്രായശ്ചിത്തമാകേണ്ടതിന് ആ പാപത്തിന് കൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള യാഗമൃഗത്തെ കൊണ്ടുവന്ന്
വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാകാരത്തിൽ യാഗപീഠത്തിന് മുന്നിൽ പുരോഹിതന്റെ മുന്നിൽ വച്ച് ആ യാഗമൃഗത്തെ അറുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുരോഹിതൻ അതിൻ്റെ രക്തം എടുത്തുകൊണ്ടുവന്ന് ആ വ്യക്തിയുടെ പാപത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് തളിക്കണമായിരുന്നു. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്ന വേളയിൽ തൻ്റെ പാപത്തിനു വേണ്ടി മുന്നമേ പ്രായശ്ചിത്തമായിട്ട് യാഗം കഴിക്കണമായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിനു വേണ്ടി മുന്നമേ പ്രായശ്ചിത്തമായിട്ട് യാഗം കഴിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കണമായിരുന്നു. അതിന് ശേഷമാണ് ആ വ്യക്തി പാപപരിഹാര ദിവസത്തിങ്കൽ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം അർപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ രക്തവുമായിട്ട് പോകുന്നത്. ഇപ്രകാരത്തിൽ യാഗ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ദൈവം പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മധ്യസ്ഥനായി നിൽക്കുന്നത് ഈ പുരോഹിതന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിവസത്തിൽ പാപപരിഹാരത്തിനായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ഈ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തിരുന്നു. അതുപോലെ പരിശുദ്ധ സ്ഥലത്തും അവരുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ഈ വിശുദ്ധ മന്ദിരത്തില്, ദൈവത്തിൻ്റെ ദേവാലയത്തില് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരുന്ന ദൈവത്തിൻ്റെ ജനം, ഒരു പ്രത്യേക ഗോത്രത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തിരുന്നതായിട്ടുള്ള ആളുകളായിരുന്നു ഈ പുരോഹിതന്മാർ, അതുപോലെ മഹാപുരോഹിതന്മാർ എന്ന് കാണുവാൻ സാധിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ധന്യേന്ദ്രിയൻ സംഘത്തിൻ്റെ അംഗങ്ങളിൽ മഹാപുരോഹിതന്മാരും ഉൾപ്പെട്ടിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. ക്രിസ്തുവിനെ അന്നത്തെ പുരോഹിതന്മാരായിരുന്ന കയ്യഫാവും ഖന്നാവും ന്യായവിസ്താരം നടത്തിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. അപ്പോൾ മതപരമായി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പദവികൾ അലങ്കരിച്ചിരുന്ന നേതാക്കന്മാർ, മതനേതാക്കന്മാർ ഈ പുരോഹിതന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. കാരണം അവരാണ് ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തു പോന്നിരുന്നത്. അപ്രകാരത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ പൗരോഹിത്യത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചും വളരെ അധികം പ്രാവണ്യമുള്ള അറിവുള്ളതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സ്വന്തം ജനത്തിന് ലേഖനം എഴുതുമ്പോൾ ഇവിടെ ആ പുരോഹിതന്മാരിലും മഹാപുരോഹിതന്മാരിലും ശ്രേഷ്ഠ പുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നു. ആ ക്രിസ്തുവാണ് ഏറ്റവും ശ്രേഷ്ഠ പുരോഹിതനെന്ന് ഇവിടെ പറയുന്നു. ഇവിടെ തിരുവചനം പറയുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന നമുക്കോരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളൊക്കെയും, പ്രത്യേകിച്ച് യാഗാദി കർമ്മങ്ങളൊക്കെയും അത് നിഴലായിരുന്നു. അത് വരുവാനുള്ളവയുടെ പൊരുളാണ്, അല്ലെങ്കിൽ വരുവാനുള്ള പൊരുളിൻ്റെ നിഴലായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവയൊക്കെയും വരുവാനുള്ളവയുടെ നിഴലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. അതായത് പൊരുൾ വരുമ്പോൾ നിഴൽ മറഞ്ഞു പോകുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ പുരോഹിതൻ കടന്നു വന്ന് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അത് നിഴലായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തിന് മുന്നിൽ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന പുരോഹിതൻ ശരിക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു. തിരുവചനം പറയുന്നു, ഒരുവൻ പാപം ചെയ്തു എങ്കിൽ അവൻ്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ നിൽക്കുന്ന മധ്യസ്ഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. കാരണം
ആ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്ന് കാണുവാൻ സാധിക്കാം. ഇവിടെ അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ പലവട്ടം പരീക്ഷിച്ചു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ആ സാഹചര്യത്തിലൊക്കെയും കർത്താവ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്താൽ പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള ബലഹീന നിമിഷങ്ങളെയൊക്കെയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ, ഏറ്റുപറഞ്ഞാൽ, മഹാപുരോഹിതനായിരിക്കുന്ന ശ്രേഷ്ഠ പുരോഹിതനായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു നമ്മോട് സഹതാപം കാണിക്കുമെന്ന് തിരുവചനം പറയുന്നു. കാരണം നമ്മൾ കടന്നുപോയതായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നുപോയതായിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിന് നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നൊരു ദൈവമാണുള്ളത്. കാരണം നമ്മുടെ അവസ്ഥകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമ്മൾ പഴയ നിയമ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാപുരോഹിതന് മാത്രമേ കൃപാസനത്തിന് അടുക്കലേക്ക് കടന്നു പോകുവാൻ സാധ്യമുള്ളവർ, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം. പാപപരിഹാര ദിവസത്തിങ്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമായിരുന്നു. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു, നമുക്ക് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുമായിട്ട് നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിനടുക്കിലേക്ക് കടന്നു ചെല്ലാം. കാരണം നമുക്കോരോരുത്തർക്കും വേണ്ടി പൗരോഹിത്യം വഹിക്കുന്ന ശ്രേഷ്ഠ പുരോഹിതൻ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ആ ക്രിസ്തു നമ്മെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും. കാരണം നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന, നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, പുരോഹിതൻ ശരിക്കും യാഗമൃഗത്തെ യാഗം കഴിക്കുന്ന വേളയിൽ അവിടെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ യാഗമൃഗത്തെ കൊണ്ട് പുരോഹിതൻ്റെ മുന്നിൽ വച്ച് ആ യാഗമൃഗത്തെ അറുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ പാപിയായ മനുഷ്യൻ തന്നെയാണ് യാഗമൃഗത്തെ അറുക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ യാഗമൃഗത്തെ കൊല്ലുന്ന സാന്നിധ്യം പുരോഹിതൻ്റെ സാന്നിധ്യത്തിലാണ്. ആ പുരോഹിതൻ കാണുന്നു അവൻ്റെ പാപം എത്രത്തോളമാണ്. ആ യാഗമൃഗം പിടഞ്ഞു മരിക്കുന്നത് പുരോഹിതൻ ദൈനംദിനം കാണുന്നു. എന്നാൽ ഈ വ്യക്തി, പാപിയായ മനുഷ്യൻ, തൻ്റെ പാപത്തിൻ്റെ കാഠിന്യത്തെയും ഈ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയുന്നു. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയാണ് ഇപ്രകാരത്തിലുള്ള പ്രക്രിയകൾ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്നാൽ ഈ മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തു യാഗമൃഗം അറുക്കപ്പെടുന്നത് കാണുവാനല്ല, യാഗമൃഗമായി തീരുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠ മഹാപുരോഹിതനായി മാറുന്നത്. നമ്മുടെ അവസ്ഥകളിലൂടെ കടന്നുപോയി നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കി മനുഷ്യൻ്റെ പാപ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുന്നതിന് വേണ്ടി നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ മരിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു യാഗമൃഗത്തെ യാഗമർപ്പിക്കുന്നതിന് പകരം സ്വയം യാഗമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തു സ്വയം യാഗമായി തീർന്നതുകൊണ്ട്, ആ ക്രിസ്തു നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ മരിച്ചതുകൊണ്ട്, ആ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്നതുകൊണ്ട്, ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സുഹൃതത്താൽ നമ്മെ ശുദ്ധീകരിച്ചതുകൊണ്ട്, ആ ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ആകാശത്തിൽ കൂടെ കടന്നുപോയി സ്വർഗത്തിൽ
മഹിമാസനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സ്വർഗത്തിലാണ് പാപം ആരംഭിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഭൂമിക്ക് മാത്രമല്ല സ്വർഗത്തിലും ശ്രേഷ്ഠ രക്തത്തെ കൊണ്ട്, അല്ലെങ്കിൽ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ കൊണ്ട് ശുദ്ധീകരണത്തിന് ആവശ്യം എന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സുഹൃതത്താൽ സകലത്തെയും പുതുതാക്കി മാറ്റുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ആ ക്രിസ്തു മഹാപുരോഹിതൻ 1844 ഒക്ടോബർ മാസം 22 നമുക്കോരോരുത്തർക്കും വേണ്ടി വിശുദ്ധ മന്ദിരത്തിലെ, സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്, പരിശോധന ന്യായവിധി നടത്തുകയും ചെയ്തു എന്ന് കാണുവാൻ സാധിക്കാം. ഭൂമിയിലെ പാപപരിഹാര ദിവസത്തിൽ ഭൂമിയിലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നടക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ, വർഷത്തിലൊരിക്കൽ നടക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ നമ്മുടെ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ പാപങ്ങളെ, അടിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ മഹാപുരോഹിതൻ പങ്കെടുക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ സകല പാപങ്ങളും നീക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പരിശോധന ന്യായവിധിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ വളരെ വേഗത്തിൽ പരിശോധന ന്യായവിധി പൂർത്തീകരിച്ച നമ്മെ ഓരോരുത്തരെയും ചേർക്കുന്നതിന് വേണ്ടി ആകാശത്തിൽ വാനമേഘങ്ങളിൽ വരും എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആ കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മെ ചേർക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം. ഭൂമിയിലെ പുരോഹിതന്മാരെ പോലെ അല്ല, ഭൂമിയിലെ മഹാപുരോഹിതന്മാരെ പോലെ അല്ല. ആ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും പ്രതിദാനം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ ക്രിസ്തു നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നതാണ്. ആ ക്രിസ്തുവാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സുഹൃതത്താൽ നമുക്ക് നിത്യജീവൻ ഉള്ളത് കൊണ്ട് ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു. ആ ക്രിസ്തു നമ്മെ ചേർക്കുവാൻ വരുന്ന, ആ ക്രിസ്തുവിനോടൊപ്പം ന്യായാസനത്തിൽ ഇരുത്തുന്നതിന് വേണ്ടി, 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ആയിരിക്കുന്നതിന് വേണ്ടി, ദുഷ്ടന്മാരുടെ നാശത്തിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാരുടെ നാശത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും പുതിയ യെരൂശലേമുമായി നമ്മെ ഓരോരുത്തരെയും ചേർത്തുകൊണ്ട് ആ ക്രിസ്തു വരുമെന്ന് തിരുവചനം പറയുന്നു. ആ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുവാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അടിയങ്ങളുടെ മഹാപുരോഹിതനായിരിക്കുന്ന, അടിയങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്ന, അടിയങ്ങളുടെ പുരോഹിതനായിരിക്കുന്ന, ശ്രേഷ്ഠ പുരോഹിതനായിരിക്കുന്ന ദൈവമേ, അടിയങ്ങളുടെ പാപങ്ങളെ അവിടെ നിന്ന് ക്ഷമിച്ച, അടിയങ്ങൾക്ക് മധ്യസ്ഥ വഹിച്ച് അടിയങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ വരവിങ്കൽ അടിയങ്ങളെ ഓഹരിക്കാരാക്കി തീർക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ.